ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് വിത്തുകൾ നടുകയാണ് കേട്ടോ. എൻ്റെ വിത്ത് നടുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് പ്ലാവിൻ്റെ ഇലയൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ അങ്ങനെ ഒരു ഈർക്കലെടുത്ത് ഇങ്ങനെ കുമ്പിളാക്കി കുത്തിയിട്ടിട്ട് കേട്ടോ. ഞാൻ ഇതിലാണ് കേട്ടോ വിത്ത് നടുന്നത്. ഇതിൽ വിത്ത് നട്ടാൽ എന്താ ഗുണമെന്നറിയോ? നമുക്കിത് അങ്ങനെ ഇത് മുളച്ചുണ്ടായിട്ട് ഈ ഇല കൊടുക്കണേ നമുക്കൊരു കുഴി കുത്തിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ തെർമോക്കോൾ പെട്ടിയിലും ചട്ടിയിലൊക്കെയാണല്ലോ നടുന്നത്. നമുക്ക് നേരിട്ട് ചട്ടിയിൽ നട്ടാൽ മഴയല്ലേ, അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ ഈ വിത്തൊക്കെ തെറിച്ച് മുളക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഈ പ്ലാവിൻ്റെ ഇല കുത്തി ഇങ്ങനെ കുമ്പിളാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ മണ്ണ് നിറക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഞാൻ മണ്ണ് ഇങ്ങനെ നിറച്ച് വെക്കുന്നുണ്ട്. ഇത് മണ്ണും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും പാടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. 4ഉം പാടെ ഒരേമാതിരി എടുത്ത് മിക്സ് ചെയ്തതാണ്. കുറേ പ്ലാവിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തി ഉണ്ടാക്കിയിട്ടിട്ട് കുറേ വെക്കണത് എന്താ വെച്ചാൽ എല്ലാം കൂടെ ഒന്നും മുളക്കുണ്ടാവില്ലല്ലോ, എല്ലാ വിത്തൊന്നും മുളക്കില്ലല്ലോ. മുളക്കണ വിത്ത് മാത്രം നമുക്ക് പിന്നെ മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതായിട്ടോ ഞാൻ പീച്ചിലാണ് കേട്ടോ നടുന്നത്. ഇതിൽ എൻ്റെ അടുത്ത് പീച്ചിലിൻ്റെ വിത്ത് കുറേ ഉണ്ട്. ഞാൻ അതിലൊക്കെ പീച്ചിലിൻ്റെ വിത്ത് എല്ലാവരും ഞാൻ ഓരോ വിത്ത് ഇടുന്നുണ്ട്. എല്ലാം നട്ടതെല്ലാം ഒന്നും മുളക്കൂല കേട്ടോ, കുറച്ചൊക്കെ മുളക്കാതിരിക്കും. ഇതിൽ വന്ന് വേര് മുളച്ച് ഇത് അങ്ങനെ ഈ ഇല അങ്ങനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ മണ്ണിലേക്കാണ് വെച്ച് കൊടുക്കുകയാണ്. നല്ല ഉണങ്ങിയ ഇല പറ്റൂല, നല്ല പഴുത്ത ഇല കിട്ടണം കേട്ടോ. പച്ചിലയും പറ്റൂല, പഴുത്ത ഇല ഉണ്ടാവുമല്ലോ. ഇത് കുറച്ച് ദിവസം ഇരിക്കണമല്ലോ, മുളച്ച് നിന്നിട്ട് 2 ഇലയൊക്കെ വലുപ്പത്തിൽ വന്നാലല്ലേ ഉള്ളൂ നമുക്കത് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കി നോക്കണം കേട്ടോ. നേരിട്ട് നടുമ്പോൾ നമ്മൾ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ആ വിത്ത് പിന്നെ മുളക്കൂല. ഞാനങ്ങനെ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടൻ്റെ വിത്തും കൂടി ഉണ്ട്, അതും കൂടി നടാം കേട്ടോ. അപ്പോൾ കേട്ടോ ഇത്രയും ഇലയിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇത് വെണ്ടയും പീച്ചിലും കൂടെയാണ്. നമുക്കിതൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അപ്പം ഞാനിത് മഴയത്താണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളിത് മഴ കൊള്ളാത്തടത്തേക്ക് മാറ്റി വെക്കുകയാണ്. എന്താ വെച്ചാൽ മഴ പെയ്ത് പെട്ടെന്നത് വിത്തൊക്കെ തെറിച്ച് പോകുമല്ലോ, അതിന് വേണ്ടി മഴ കൊള്ളാത്തടത്ത് വെക്കും. നാളെ വെയിലാണെങ്കിൽ പുറത്തേക്കാണ് എടുത്ത് വെക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.